ഹലോ, എന്തായി ഭക്ഷണമൊക്കെ കഴിച്ചാ എല്ലാവരും? ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഉണ്ണിമാവ എൻ്റെ മടിയിൽ കിടക്കുകയാണ്. ഉറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത് ദിയമോളിൽ കുറച്ച് കൂടുതൽ എന്തോ എഴുതാനോ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് അതിൻ്റെ ഒരു തിരക്കിലാണ്. ദൃശ്യ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ പറയണില്ല, അതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ദൃശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു വർക്കിനെ സംബന്ധിച്ച് കാലത്ത് തൃശ്ശൂർക്ക് പോയതാണ്. അതായത് ഉണ്ണീനെ പാർലിക്കാട് സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ കാലത്ത് തൃശ്ശൂർ വരെ പോയി. അപ്പോൾ ഞാൻ വന്നത് ഒരു 3:30 കൂടിയിട്ടാണ്. 3:30 വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ദൃശ്യ പാർലിക്കാട് സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടല്ലല്ലോ പോയത്, ഇവിടെ വന്നിട്ടല്ലേ പോയത്, വീട്ടിൽ വന്നിട്ടല്ലേ പോയത്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് ഉണ്ണീനെ കാലത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ഞാൻ പെട്ടെന്ന് തന്നെ വിട്ടുപോയി. കാരണം ഇന്നലെ ഇതേപോലെ തൃശ്ശൂർ പോയപ്പോഴേ, തൃശ്ശൂർ ഇന്നലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കാലത്ത്. ഇന്നലെയാണ് ഞാൻ ഉണ്ണീനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ അവിടെ നിന്ന് അങ്ങനെ പോയത്, ബൈക്ക് കുറാഞ്ചേരിയിൽ വെച്ചിട്ട്. ഇന്നിപ്പോൾ കാലത്ത് ഉണ്ണീനെ സ്കൂളിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാ ദൃശ്യക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു 12:30 ആവുമ്പോൾ ഞാനിവിടുന്ന് തൃശ്ശൂർക്ക് പോയത്. ഊണൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിന് പോയതാണ്. അങ്ങനെ ഇന്ന് ഒരു 3:30-4 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് നേരെ ദിയനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നു. നല്ല ഗംഭീര മഴയായിരുന്നു. കോട്ടൊക്കെ ഇട്ടിട്ടാണ്, നനഞ്ഞിട്ട് ആകെ, അതായത് കോട്ട് ഒക്കെ നനഞ്ഞു, ഉള്ളിൽ ഭാഗമൊന്നും അത്ര നനഞ്ഞില്ല എങ്കിലും കൂടിയിട്ട് ദിയനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഞങ്ങൾ എനിക്ക് ഇങ്ങനെ കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ ഫോൺ രണ്ടും ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. ഇന്ന് വീട്ടിൽ കുറച്ച് അതിഥികളുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ദൃശ്യ പറഞ്ഞുതരും. ദൃശ്യ ഒന്ന് പറഞ്ഞു കൊടുത്ത്, ഈ വലന്ന് പൊക്കിയിട്ട് ഫോൺ വിളിച്ചിട്ട് വിളിച്ചിരിക്കുന്നു, എന്നിട്ട് അവർ പറഞ്ഞതാ. ഇന്ന് വീട്ടിൽ ഇളനാടുള്ള ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനെ കാത്ത് കുറേ നേരം ഇരുന്നു, പക്ഷെ ചേട്ടൻ എത്തിയില്ല. അപ്പോൾ കുറേ വിശേഷങ്ങൾ അമ്മയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും പറയുകയൊക്കെ ചെയ്തു ചേട്ടൻ. ചേച്ചി ഉണ്ടായിരുന്നു, ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഉണ്ണിയാവനെ കാണാൻ വന്നതാണ്. അവർ ഒരു 2-2:30 ആകുമ്പോൾ വന്നു. കുറേ നേരം ഇരുന്നു, ചേട്ടനെ നോക്കി. ചേട്ടൻ കണ്ടില്ല, വിളിച്ചപ്പോൾ എടുത്തില്ല. ചേട്ടൻ മഴയത്ത് തൊട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അതിഥി ഉണ്ടായിരുന്നു. വരുന്നു പ്രതീക്ഷിച്ചില്ല, കാരണം വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോളോ? ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഇതേ കിടക്കാൻ നോക്കണു. അപ്പോഴേക്കും ഉണ്ണിമാവ എനിക്കു. ഞാൻ ഇന്ന് സ്പെഷ്യലി പയറുപ്പേരി, പിന്നെ ചേട്ടൻ മുള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തോ പരല് പോലത്തെ ഒരു മീനും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ വറുത്തു. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം കഴിച്ചുള്ളൂ എല്ലാവരും. ഇക്കായിനെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ട്, കണ്ടു പറഞ്ഞിട്ട് ഇക്കായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കായിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അവിടെയൊക്കെ മഴയുണ്ട്. ഇപ്പം അതേ മഴ പെയ്ത് തോർന്നിട്ടുള്ളൂ. കാലത്തൊട്ട് ഇങ്ങനെ തന്നെ മഴ പെയ്യുക പോവുക അങ്ങനെയായിരുന്നു. കുഴപ്പമില്ല, മഴ പെയ്യുമ്പോൾ ഒരു കൂളിങ്. ദിയമോൾ ഇതാ ഇവിടെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കണു. എവിടെ ദിയനെ കാണാൻ, എവിടെ നിന്നെ കാണാനില്ലോ. സ്വത്തുപെണ്ണിതാ എണീക്കണു, അച്ഛൻ്റെ മടിയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ വയലന്റ് ആകുമ്പോഴേക്കും നമുക്ക് പോണം, അല്ലെങ്കിൽ ആള് കരഞ്ഞു തുടങ്ങും. അങ്ങനത്തെ ഓരോ വിശേഷങ്ങൾ. അത് ഉണ്ണിക്ക് ഗ്രാൻഡിന് വേണ്ടി അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റും പിന്നെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തത്. ഇത്ര കാലം എടുത്തിട്ടുണ്ടായിരുന്നില്ല അവളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പം അത് കിട്ടി.
അതിന് വേണ്ടി എടുത്തതാണ്. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഞങ്ങൾ മിശ്രമായതുകൊണ്ട് ഏത് കാസ്റ്റിലിടണമെന്ന് സംശയമായിരുന്നു. മിശ്രമായതുകൊണ്ട് ഞങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ സ്കൂളിലൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ ആ ഒരു കാര്യം കൂടി പറയും, മിശ്രഭാഗത്തിന്റെ ഇത് പറഞ്ഞല്ലോ, അതല്ല ഉണ്ണിയുടെ യൂണിഫോമിന്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. അതിവിടെ ആ ചേട്ടന് വയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് യൂണിഫോം കൊടുക്കാത്തത്. അത് നാളെ മറ്റന്നായിട്ട് കൊടുക്കണം. ആള് ഉഷാറായി വരുന്നുള്ളൂ. നമുക്കിവിടെ തയ്ക്കാനുള്ള ആള് അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. വേറെ എവിടെയെങ്കിലും ദിയമോൾ ഹായ് പറയും. എല്ലാരും ഫുഡ് കഴിച്ചോക്കും. എന്താ പഠിപ്പ്? ഞാൻ ഇപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് വരിക. എടുത്തിട്ട് വരിക അവിടെ മഴയുണ്ടോ ചോദിച്ചു? അവിടെ മഴയില്ല, ഇവിടെ മഴയില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ യൂണിഫോം ഇടാത്ത എല്ലാവരും ചോദിച്ചത്? യൂണിഫോം തയ്ച്ചിട്ടില്ല. യൂണിഫോം തയ്ച്ചിട്ടില്ല. യൂണിഫോം തയ്ച്ചിട്ടില്ല. അതാ വേഗം തയ്ക്കുന്നു പറയും. വേഗം തയ്ക്കും. എന്നിട്ട് ഞങ്ങൾ സെറ്റായിട്ടിട്ട് അതിട്ടിട്ട് വീഡിയോ ചെയ്യുന്നതായിരുന്നു. യൂണിഫോം തയ്ച്ചിട്ടില്ല. ആ മാമന് വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ തയ്ക്കാത്തത്. ഞങ്ങൾ നാളെ മറ്റന്നാൾ തയ്ക്കും. തയ്ച്ചിട്ട് വീഡിയോ ഇടും പറയും. തയ്ച്ചിട്ട് ഞങ്ങളത് വീഡിയോ ഇടും. കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചത് നമ്മൾ വേറെ സ്ഥലത്തല്ലേ? അമ്പലപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് തയ്ച്ചത്. ആ ചേച്ചി ഇപ്പൊ തയ്ക്കണില്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വൈകിയത്. ഇപ്പൊ ഇവിടെ ആ ചേട്ടൻ തയ്ക്കുന്നത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അറിഞ്ഞപ്പോ കൊടുക്കാൻ പോയപ്പോ ആൾക്ക് വയ്യ. എന്താ ചേട്ടൻ വരുമ്പോ? മണിയേട്ടൻ എന്നൊക്കെ പറയും. അവരിവിടെ വന്ന് ഇപ്പൊ താമസിക്കുന്നവരാണ് അല്ലേ? അതല്ലേ. അപ്പൊ അവർക്ക് തയ്ക്കാൻ അറിയാം. പക്ഷെ അവരിപ്പോ വയ്യാതെ ബുക്കൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് എല്ലാം സെറ്റ് ആക്കിട്ട് ഇപ്പൊ വന്നതാ. ടൈം ടേബിൾ ഒക്കെ എടുത്ത് വെച്ചു അല്ലേ? നാളേക്കുള്ള ബുക്കുകൾ. ഇന്ന് കുട്ടി കുറെ നേരം പഠിച്ചിട്ടുണ്ട്. കുറെ നേരം പഠിച്ചിട്ടുണ്ട്. അത് നമ്മള് ലൈവ് ഇടാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ലൈവ് ഒക്കെ ചെയ്യണം വിചാരിച്ച. പിന്നെ വന്നിട്ട് അങ്ങനെ ഞാനും കുറച്ചേരം കിടന്നു. ചേട്ടന് തലവേദന ഇപ്പൊ ചേട്ടനും കുറച്ചേരം കിടന്നു. നല്ല മഴ, ടൗണിലൊക്കെ നല്ല മഴ. പോയി വന്നപ്പോ ക്ഷീണായി. കൈരളി തൃശ്ശൂര് കൈരളി ശ്രീ എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിന്റെ അതൊന്ന് പറയും. അതിന് പോയത് അവര് വീഡിയോ എടുക്കാൻ വേണ്ടി പറയും. തൃശ്ശൂര് കൈരളി ശ്രീ എന്ന് പറയുന്ന തിയേറ്റർ ഇന്നലെ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പൊ ഇന്നലെ പോയി. ഇന്നലെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് വർക്ക് കഴിഞ്ഞപ്പോ അത് നോക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി വന്നപ്പോൾ ആൾക്ക് ക്ഷീണമായി. പിന്നെ ചെറിയ തോതിലൊരു ജലദോഷത്തിൻ്റെ ലക്ഷണമുണ്ട്. അതാണ് തലവേദന. അപ്പം അതിനിപ്പോൾ ആവി പിടിച്ചപ്പോൾ സെറ്റായിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ആവിയൊക്കെ പിടിച്ചു. അപ്പോൾ ഒന്നൊരു കുറവ് തോന്നി. ദിയമോൾക്ക് ഇതാ ഉറക്കം വരുന്നു. എല്ലാവരും സുഖമായിരിക്കണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ലൈവ് ചെയ്യാത്തതിന്റെ കാരണം ദിയക്ക് കുറെ പഠിക്കാണ്ടായിരുന്നു. പിന്നെ ചേട്ടന് ഞാൻ പറഞ്ഞില്ലേ തലവേദന, അതുകൊണ്ടൊക്കെയാണ് കേട്ടാ. അപ്പൊ നമ്മൾ വീണ്ടും വരും ലൈവായിട്ട്. അതെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. See you.